എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിക്കകത്തേക്ക് കടന്നു ചൊല്ലുകയാണ്. താബിഈങ്ങളിൽപ്പെട്ട ഷഫീഉൽ അസ്വഖി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ചെറുപ്പക്കാരന് വല്ലാത്ത ഒരു കാഴ്ച കാണുകയാണ്. ആ മസ്ജിദുൻ നബവിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഫറഅയ്തുഹു ഉനാസൻ യജ്തമിഊന ഹൗലി, ആ ചെറുപ്പക്കാരൻ മസ്ജിദുൻ നബവിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുകയാണ്. മസ്ജിദുൻ നബവിക്കകത്ത് പടച്ചവനെ ഒരു പ്രായം ചെന്ന മനുഷ്യനിരിപ്പുണ്ട്. ആ മനുഷ്യന്റെ ചാരത്തല്ലാ പള്ളിയിൽ വന്ന ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അവരെന്തൊക്കെയോ ചോദിച്ചറിയുന്നുണ്ട്, അവര് ഇൽമു പഠിക്കുകയാണ്, അവരുടെ സംശയങ്ങൾ ചോദിച്ചു പഠിക്കുകയാണ്. ഈ ചെറുപ്പക്കാരന് വല്ലാത്ത അത്ഭുതമായി ആ പള്ളിക്കകത്തിരിക്കുന്ന ആ മനുഷ്യന്റെ ചാരത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, ആയിരിക്കുന്ന മനുഷ്യനാരാ? എല്ലാവരും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഇൽമു പഠിക്കുന്നുണ്ടല്ലോ. ആരാണ് ആ മനുഷ്യനെന്ന് മഹാനായ ഷഫീഉൽ അസ്വഖി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഇറങ്ങി വരുന്ന മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു, ഹാദാ അബൂ ഹുറൈറ. ആയിരിക്കുന്ന പ്രായമുള്ള മനുഷ്യനാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദുൻ നബവിക്കകത്തിരുന്നിട്ട് അതാ പള്ളിയിൽ വന്നവർക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നത്. പടച്ചവനെ, ചെറുപ്പക്കാരന് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ച, മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെട്ട മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാ ഭാഗ്യം കിട്ടിയല്ലോ. പടച്ചവനെ, മുത്തുനബിയെ കണ്ട സ്വഹാബിയെ കാണാ ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാരൻ ഷഫീഉൽ അസ്വഖി എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. പള്ളിയുടെ ഒരു മൂലയിൽ ഇരിക്കുകയാണ്, മസ്ജിദുൻ നബവിയുടെ ഒരു സൈഡിൽ ഇരിക്കുകയാണ്. പടച്ചവരെ, അതാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തിരുന്നവർ മുഴുവനും അവിടുന്ന് പടച്ചവനെ ഇൽമു പഠിച്ചിട്ട് മടങ്ങി പോവുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അടുത്തേക്ക് നടന്നു ചെല്ലുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ചെന്നു അവിടുന്ന് സലാം പറയുകയാണ്. അവിടുന്ന് സലാം പറയുകയാണ്. എന്നിട്ട് പറയുന്നു, തങ്ങളെ يريد أن يحدثني بحديث علمته من النبي صلى الله عليه وسلم وأكلتا. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ചെന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ എനിക്കൊരു ഹദീസ് പറഞ്ഞു തരുമോ? എനിക്കൊരു നന്മ പറഞ്ഞു തരുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് കേട്ടാ അല്ലാഹുവിന്റെ റസൂല് നിങ്ങളോട് നേരിട്ട് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നത് നിങ്ങൾ നേരിട്ട് കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരുമോ? എന്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടാനാ, എന്റെ ദുനിയാവും ആഖിറവും എനിക്ക് രക്ഷപ്പെടണമല്ലോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണമല്ലോ. അതുകൊണ്ട് പടച്ചവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരുമോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, അജൽ മോനെ, നീ ഇങ്ങടുത്തേക്ക് വാ. തന്റെ അടുക്കലേക്ക് പിടിച്ചിരുത്തുകയാണ്. തന്റെ അടുക്കലേക്ക് പിടിച്ചിരുത്തുകയാ. എന്നിട്ട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എനിക്ക് പറഞ്ഞു തന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, ഹദ്ദസനി ഫീ ഹാദിഹിൽ മകാർ, ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഈ മസ്ജിദുൻ നബവിക്കകത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നോടും നേരിട്ട് പറഞ്ഞ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, ഞാനല്ലാതെ മുത്തി നബിയുടെ കൂടെ വേറെ ഒരാളുമില്ല. ഈ അല്ലാഹുവിന്റെ പ്രവാചകൻ കിടക്കുന്ന ഈ പരിശുദ്ധമായ ജന്നത, ഈ റൗള ശരീഫ് ഉണ്ടല്ലോ, ഈ മസ്ജിദുൻ നബവിക്കകത്ത് വെച്ച് ഞാനും അല്ലാഹുവിന്റെ പ്രവാചകനും ഈ പള്ളിക്കകത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു തന്ന ഒരു ഹദീസ് തന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വല്ലാത്ത സന്തോഷമായി മഹാനായ ശഫീഉൽ അസ്ബഹി റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാ. അപ്പോഴാണ് പടച്ചവനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ നേരിട്ട് പറഞ്ഞു കൊടുത്ത, ഒറ്റയ്ക്കിരുന്ന് കേട്ട ആ ഹദീസ് ഈ ചെറുപ്പക്കാരനോട് പറയാ തുടങ്ങുകയാ. അവിടെ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, സദാ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് പറയാ തുടങ്ങുകയാ. അവിടുന്ന് ബിസ്മിയും ഹംദും പറഞ്ഞു. അവിടുന്ന് അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാ, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞെന്ന് പറയുമ്പോ ഫനസാബു ഹുറൈറ, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു എന്ന് പറയാ തുടങ്ങുമ്പോഴേ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹദീസ് പറഞ്ഞില്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോഴേ നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ തളർന്നു വീണു. അവിടുത്തെ ബോധം തന്നെ നഷ്ടപ്പെട്ടു പോയി. മഹാനായ ശഫീഉൽ അസ്ബഹി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത അത്ഭുതമായി. പടച്ചവനെ, അബൂ ഹുറൈറ തങ്ങൾ ബോധം കെട്ട് വീണല്ലോ. അല്ലാഹുവേ, ഏത് ഹദീസാണല്ലാ, ഏത് ഹദീസാണ് പടച്ചവന്. ചെറുപ്പക്കാരൻ അബൂ ഹുറൈറ തങ്ങളുടെ ചാരത്തിരിക്കുകയാണ്. അവസാനം വെള്ളമെടുത്തു കൊണ്ടുവന്ന് അബൂ ഹുറൈറ തങ്ങളുടെ മുഖത്തെ കുടിക്കുകയാ. അവിടുന്ന് വെള്ളം മുഖത്തെ കുടിക്കുമ്പോ അവിടുത്തെ ബോധം തിരിച്ചു വരികയാണ്. അവിടുത്തെ ബോധം തിരിച്ചു വരികയാണ്. പതുക്കെ എഴുന്നേൽക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അവിടുന്ന് സഹായിച്ച് പതുക്കെ അങ്ങ് എഴുന്നേറ്റിരിക്കുകയാ. എന്നിട്ട് സുമ്മഖാല, രണ്ടാമതും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമതും അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു എന്ന് പറയാ തുടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാ. അവിടുന്ന് നിലവിളിക്കുന്ന ഒരു ശബ്ദത്തോടെ പെട്ടെന്ന് തളർന്ന് താഴെ വീഴുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബോധമങ്ങ് നഷ്ടപ്പെടുകയാ. അവിടുത്തെ ബോധം രണ്ടാമതും നഷ്ടപ്പെട്ടു പോവുകയാണ്. ചെറുപ്പക്കാരൻ അത്ഭുതമായി, ഏത് ഹദീസാ തമ്പുരാന്? അബൂ ഹുറൈറ തങ്ങൾ പറയാ തുടങ്ങുന്നതിന് മുമ്പ് ബോധം കെട്ട് താഴെ വീഴുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു ഹദീസല്ല, അത് ഭയപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. ചെറുപ്പക്കാരൻ പിന്നെയും ഇരിക്കുകയാണ്. അതാ അബൂ ഹുറൈറ തങ്ങളുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. അവിടുന്ന് ബോധം തിരിച്ചു വന്നു. രണ്ടാമതും മൂന്നാമതും
രണ്ടാമതും അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. പടച്ചവനെ രണ്ടാമതും അവിടെ എഴുന്നേറ്റിരുന്നു. അബൂ ഹുറൈറ തങ്ങൾ പടച്ചവനെ മൂന്നാമതും പറയുകയാ, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞു തീരേണ്ട താമസമല്ല. അബൂ ഹുറൈറ തങ്ങൾ പിന്നെയും ബോധം കെട്ട് താഴെ വീഴുകയാ. ആ ചെറുപ്പക്കാരൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് മണിക്കൂറുകളായി അബൂ ഹുറൈറ തങ്ങളുടെ ചാരത്തിങ്ങനെ ഇരിക്കുകയാണ്. ഒന്ന് ബോധം തിരിച്ചു വരാറ്, ഒന്ന് ബോധം തിരിച്ചു കിട്ടാറ്. ആ ചെറുപ്പക്കാരന്റെ ചാരത്തങ്ങനെ ഇരിക്കുകയാ. പടച്ചവനെ മൂന്നാമതും അവിടുന്ന് ബോധം വന്നു. അബൂ ഹുറൈറ തങ്ങൾ പിന്നെയും എഴുന്നേൽക്കുകയാണ്. പടച്ചവനെ നാലാമതും ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞു തീരേണ്ട താമസം നാലാമതും ബോധം കെട്ടി വീഴുകയാ. പടച്ചവനെ ഒരുപാട് സമയം കഴിഞ്ഞു. അതാ ബോധം തിരിച്ചു വന്നപ്പോ മഹാനായ സഫിയുൽ അസ്വഹി റളിയല്ലാഹു തആല അൻഹു അബൂ ഹുറൈറ തങ്ങളെ ഇങ്ങനെ ചാരി പിടിക്കുകയാണ്. അവിടുന്ന് ചാരി പിടിക്കുകയാണ്. എന്നിട്ട് തന്റെ ശരീരം കൊണ്ട് ഇങ്ങനെ തടഞ്ഞു വെക്കുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞു ബോധം കെട്ട് തളർന്നു വീഴാതിരിക്കാൻ പടച്ചവനെ അവിടുന്ന് സഹായിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ തന്റെ ശരീരം കൊണ്ട് അബൂ ഹുറൈറ തങ്ങളെ താങ്ങി നിർത്തുകയാ. അബൂ ഹുറൈറ തങ്ങളുണ്ടല്ലോ പടച്ചവനെ പിന്നെയും പറയുകയാ, പിന്നെ എവിടെന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ തങ്ങളെ താഴെ വീഴാതെ ആ ചെറുപ്പക്കാരൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ശബ്ദമിടറുകയാ, കണ്ണ് നിറയുകയാ, കണ്ണുനീര് തുടയ്ക്കുകയാ. എന്നിട്ട് ഹദീസ് പറയാൻ തുടങ്ങുകയാണ്. സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹദീസ് എന്തെന്നറിയോ? 4 പ്രാവശ്യം ഹദീസ് പറയുന്നതിന് മുമ്പ് അവിടുന്ന് അല്ലാഹുവേ പിടഞ്ഞ് താഴെ വീഴാനുള്ള കാരണം എന്തെന്നറിയോ? ഏത് ഹദീസാണ് പറഞ്ഞതെന്നറിയോ? ഏത് ഹദീസാണ് പറഞ്ഞതെന്നറിയോ? സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അവ്വലു മൻ തുശഅദ, അവിടുന്ന് പറയുന്നു അവ്വലു മൻ തുശഅറുൻ നാറു സലാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ സമുദായത്തിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു നരകത്തിലേക്ക് ആദ്യമായിട്ട് വലിച്ചെറിയുന്നത് 3 വിഭാഗത്തെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് മനുഷ്യരിൽ വെച്ച് അല്ലാഹു ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് ആരെയെന്നറിയോ? സഹോദരാ, 3 വിഭാഗത്തിനെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പരിപാടി നടത്തുന്ന സംഘാടകർ ഉൾപ്പെടെ, ഈ വഅദ് പറയുന്ന ഞാൻ ഉൾപ്പെടെ, ഈ സദസ്സിലിരിക്കുന്നവര് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നാളെ നരകത്തിലേക്ക് അല്ലാഹു ആദ്യമായിട്ട് വലിച്ചെറിയുന്നത് കള്ളു കുടിച്ച് നടക്കുന്നവനെയല്ല, വ്യഭിചരിച്ചവനെയല്ല, പലിശ തിന്നവനെയല്ല, നിസ്കരിക്കാത്തവനെയല്ല, അഹങ്കാരികളെ പോലെ നടന്നവനെയല്ല, ശിർക്ക് ചെയ്ത് നടന്നവനെയല്ല, അല്ലാഹു ഇല്ലെന്ന് പറഞ്ഞ് നടന്നവനെയല്ല. പിന്നെ ആരെയെന്നറിയോ? അബൂ ഹുറൈറ തങ്ങൾ തളർന്നു വീണത് വെറുതെയല്ല, അബൂ ഹുറൈറ തങ്ങൾ പേടിച്ചു പോയത് വെറുതെയല്ല, 3-4 പ്രാവശ്യം ബോധം നഷ്ടപ്പെട്ടു പോയത് വെറുതെയല്ല. ഈ പറയുന്ന 3 വിഭാഗത്തെയാണ് അല്ലാഹു ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. പേടിക്കണം മുസ്ലിമേ, പേടിക്കണം മുസ്ലിമേ, ഭയപ്പെടണം ചെറുപ്പക്കാരാ, പെങ്ങളെ വല്ലാതെ പേടിക്കണം പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവേ ഒന്നാമത്തെ മനുഷ്യനാരാ? ഖാരിഉൽ ഖുർആൻ,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഓതിയവനാ, ആ ഖുർആൻ പഠിച്ചവനാ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? അത് ഖാരി അൽ ഖുർആൻ വൽ മുജാഹിദ് വൽ മുതസദ്ദിഖ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒന്നാമത്തവൻ ഖുർആൻ ഓതിയവനാ, ആലിമാണ്, ഹാഫിളാണ്, ഖുർആൻ പഠിച്ചവനാണ്, ഖുർആൻ ഓതുന്നവനാണ്. രണ്ടാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി രണാങ്കണത്തിലേക്ക് കടന്നുപോയി ഷഹീദായ ശുഹദാ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി ഷഹീദായ ശുഹദാ ആണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? അല്ലാഹു കൊടുത്ത സമ്പത്തുണ്ടല്ലോ, അല്ലാഹു കൊടുത്ത ധനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് പാവപ്പെട്ടവർക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി അല്ലാഹു തന്ന സമ്പത്ത് കൊടുത്തവനുണ്ടല്ലോ, അവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ആദ്യമായിട്ട് നരകത്തിലേക്ക് എടുത്തു വെക്കുന്ന വിറക് കള്ളുകുടിച്ച് നടക്കുന്നവന്റെ അല്ല. എടോ വ്യഭിചരിച്ച് നടക്കുന്നവനോ പലിശക്കാരനോ അല്ല ഇല്ലാന്ന് പറഞ്ഞ് നടക്കുന്ന മുനാഫിക്കിനെയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം അല്ലാഹു നരകത്തിലേക്ക് എടുത്തു വെക്കുന്നത് അതങ്ങനെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് താഴെ വീണത് വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പറയുന്നു, ഒന്ന് ഖുർആൻ ഓതുന്നവൻ, ഖുർആൻ പഠിച്ചവൻ. എന്റെ പ്രിയപ്പെട്ടവരേതാണല്ലോ ഓരോരുത്തരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും. നാളെ അവനെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവരും. അള്ളാഹുവിന്റെ പരലോകത്തേക്ക് ഒരു ഹാഫിദിനെ കൊണ്ടുവരും, ഒരു ആലിമിനെ കൊണ്ടുവരും, ഖുർആൻ ഓതിയവനെ കൊണ്ടുവരും. നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അള്ളാഹു ചോദിക്കും, എന്താ നിന്റെ കാര്യം പടച്ചോനെ? നീ എനിക്ക് ഇൽമ്, എനിക്ക് അറിവ് തന്ന റബ്ബേ, നിന്റെ ഖുർആൻ പഠിപ്പിച്ച റബ്ബേ, ഞാൻ ഹാഫിളായല്ല, ഞാൻ ആലിമായല്ല, ഞാൻ ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്തല്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ ഇങ്ങനെ എണ്ണി പറയുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവനും പറയും, ഇവൻ പറയുന്നത് കള്ളമാ, ഇവൻ പറയുന്നത് കള്ളമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചു, പക്ഷേ ഖുർആൻ പാരായണം ചെയ്തത് നാട്ടുകാരൊക്കെ പറയണം ഇവൻ വലിയ ഓത്തുകാരനാണെന്ന്, ഇവൻ വലിയവനാണെന്ന് നാട്ടുകാർ മുഴുവനും പറയണം. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജിഹാദിന് പോയവൻ പറയണം, അവൻ പോയിട്ട് അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഷഹീദായവനാണെന്ന് നാട്ടുകാർ പറയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ മള്ളൂരിന്റെ പ്രദേശത്തുള്ള നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ പോയിട്ട് പറയും പള്ളിയുടെ പണി നടക്കുന്നു, വല്ലതെന്താ? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് പറയാ, ഫ്ലക്സ് വെച്ച് തരാം, പൈസ തരുവോ? ഇന്ന് വിളിച്ചോ, ബിസ്മില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഫ്ലക്സ് വെക്കാം, നിന്റെ പേരിൽ നോട്ടീസ് അടിക്കാം, ഞാൻ കെട്ടിത്തരാം പള്ളി, ഞാൻ കെട്ടിത്തരാം വീട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭയപ്പെടണം ഇഖ്ലാസില്ലാത്ത നന്മ, ഇഖ്ലാസില്ലാത്ത നന്മ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെയല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സഫിയുൽ അസ്ഫയിയോട് പറയുന്നു, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കാൽമുട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽമുട്ടിങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് എന്റെ കാലിന്റെ തുടയുടെ മുകളിൽ കൈകൊണ്ടടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏ അബൂ ഹുറൈറ, അല്ലാഹു നരകത്തിലേക്ക് ആദ്യമായി വലിച്ചെറിയുന്ന, അല്ലാഹു നരകത്തിലേക്ക് ആദ്യമായിട്ട് വലിച്ചെറിയുന്ന 3 വിഭാഗം ഇവരാട് സഹാബ. അല്ലാഹുവേ, ഖുർആൻ പഠിച്ചവനാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി ദഅവത്ത് ചെയ്തവനാണ്, ജിഹാദ് ചെയ്തവനാണ്. പഠിച്ചവരെ, അല്ലാഹു കൊടുത്ത സമ്പത്ത് ജനങ്ങതാ പാപങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്തവരാ. പക്ഷേ അവൻ ഇഖ്ലാസില്ലായിരുന്നു. അവന് ജനങ്ങൾ മുഴുവനും വലിയ ആലിമാണ്. പടച്ചവനെ, സിറാജുദ്ദീൻ ഖാസിമി വലിയ പ്രഭാഷകനാണെന്ന് കേൾക്കാൻ വരുന്നവര് മുഴുവനും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച അല്ലാഹുവിന്റെ മുന്നിൽ
ചെല്ലുമ്പോ അള്ളാഹു എന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയാ. ഈ തൊണ്ട പൊട്ടിയിട്ട് പടച്ചവനെ നിന്റെ ആയുസിൽ നീ കടന്ന് ചെലച്ചത് വെറുതെയാടാ, നീ കഷ്ടപ്പെട്ടത് വെറുതെയാടാ. ഈ പ്രസംഗിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവർ മുഴുവനും ഞാൻ വലിയ പ്രവാചകനാണെന്ന് പറയണമെന്ന് എന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ എവിടെയെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിലോ വല്ലാഹി സത്യം ഞാൻ രക്ഷപ്പെടൂല. അള്ളാഹു എന്നെ നരകത്തിൽ എറിയുമല്ലോ. ഇതുപോലെയാണ് ഓരോ സൽക്കർമ്മങ്ങളും, ഇതുപോലെ തന്നെയാണ് ഓരോ സൽക്കർമ്മങ്ങളും. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു, മുആവിയ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് കേട്ടപ്പോ കരയുകയാ. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ ഈ ഹദീസ് കേട്ടപ്പോ അവിടുന്ന് വല്ലാതെ നിലവിളിക്കുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? മുആവിയ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാ. മൻ കാന യുരീദുൽ ഹയാത്തിദ് ദുനിയാ وزينتها نوفي إليهم أعمالهم الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അവൻ നശിച്ചവനാണ്. അല്ലാഹു പറയും, പോകടാ. ആരെയാണ് നീ കേൾപ്പിക്കാൻ ഓതിയത്? ആര് പറയാനാ സദഖ കൊടുത്തത്? നീ വലിയവനാണെന്ന് നിന്റെ നാട്ടുകാര് പറയുന്നതിന് വേണ്ടിയല്ലേ നീ ഇങ്ങനെ ചെയ്തത്? പോടാ, അവന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആകാർ. പോകടാ നീ അവന്റെ ചാരത്തേക്ക്. നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആട്ടി ഓടിക്കുകയാ. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഓതിക്കഴിഞ്ഞപ്പോ അവിടുന്ന് പിടഞ്ഞു താഴെ വീഴുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഇത് നിസാര കളിയല്ല, ഇത് തമാശയല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പരലോകത്തെക്കുറിച്ചും പരലോകത്തിന്റെ അദാബുകളെ കുറിച്ച്, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നടക്കുന്ന രംഗങ്ങളെ കുറിച്ച്, പ്രവാചകൻ മീസാനിനെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും നരകത്തെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. പള്ളിക്കകത്ത് മുത്തുനബിയുടെ മുന്നിലിരുന്നു കൊണ്ട് സ്വഹാബത്ത് കേൾക്കുകയാണ്, പേടിച്ച് വിറച്ചിരിക്കുകയാണ്. എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു പോവുകയാ. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പരലോകത്തെനിക്ക് രക്ഷപ്പെടണം നബിയേ. നാളെ അല്ലാഹുവിന്റെ കോടതിയില്, നാളെ പരലോകത്തെനിക്ക് രക്ഷപ്പെടണം നബിയേ. ഞാൻ എന്തേ ചെയ്തേണ്ടത്? എനിക്കൊരു സൽക്കർമ്മം പറഞ്ഞു തരുവോ? ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, നാളെ അല്ലാഹുവിന്റെ കോടതിയില് രക്ഷപ്പെടാൻ എനിക്കൊരു വഴി പറഞ്ഞു തരുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു സഹാബി ചെന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വയല് കേൾക്കാമെന്ന ഫർദ് ധരിച്ച, ഹിജാബ് ധരിച്ച പെങ്ങള്, കയ്യിലെ തസ്ബീഹും പിടിച്ച് ദിക്ർ പറയുന്ന പെങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
അള്ളാന്റെ നബിയേ, പരലോകത്ത് രക്ഷപ്പെടണം നബിയേ, പരലോകത്ത് രക്ഷപ്പെടണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ചെറുപ്പക്കാരാ, അള്ളാനെ വഞ്ചിക്കല്ലേ, അള്ളാനെ വഞ്ചിക്കല്ലേ. ചെറുപ്പക്കാരെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എങ്ങനെയാണ് അള്ളാനെ വഞ്ചിക്കുന്നത്? എങ്ങനെയാണ് പടച്ചവനെ വഞ്ചിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് പടച്ച റബ്ബിനെ വഞ്ചിക്കുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ കൽപ്പനകളുണ്ടല്ലോ, അള്ളാഹു ഒരുപാട് നമ്മളോട് കൽപ്പനകൾ നടത്തിയിട്ടുണ്ട്. നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സദഖ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വഅദ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് തിരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, താടി വളർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരുപാട് കൽപ്പനകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ പടച്ചവരെ, ഇഖ്ലാസില്ലാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കല് അള്ളാഹുവിനെ വഞ്ചിക്കലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരലോകത്ത് രക്ഷപ്പെടണോ അള്ളാനെ വഞ്ചിക്കരുത്, അള്ളാനെ വഞ്ചിക്കരുത്. എങ്ങനാ നബി അള്ളാനെ വഞ്ചിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ നിസ്കരിക്കും. ആർക്ക് വേണ്ടിയാ നിസ്കരിക്കണേ? അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പ്രായപൂർത്തിയായ എല്ലാ മുസ്ലിം സ്ത്രീയും പുരുഷനും ബുദ്ധിയുള്ള എല്ലാവരും 5 നേരം നിസ്കരിക്കണമെന്ന് അള്ളാഹിൻ്റെ കൽപ്പനയാ. പക്ഷെ നിന്റെ നിസ്കാരം എങ്ങനാ? നിന്റെ നിസ്കാരം അങ്ങനെ? ഒറ്റ ഉദാഹരണം പറയാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ നിന്ന് നിസ്കരിക്കുക, ഒരു സഹാബി നിന്ന് നിസ്കരിക്കുക. നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ താടിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു, ഇത്രയേ ഉള്ളൂ. തോലുവെടുത്തിട്ടൊക്കെ നിൽക്കണല്ലേ. ആ സഹാബി നിസ്കരിക്കുന്ന സമയത്ത് താടിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ നബിതങ്ങൾ ഇങ്ങ് വിളിച്ചു. ചോദിച്ച ചോദ്യം, നിനക്ക് അള്ളാനെ പേടിയില്ലേടാ? നിനക്ക് അള്ളാനെ പേടിയില്ല? നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താടി തൊടുന്നല്ലോ. സുബ്ഹാനല്ലാഹ്, നമ്മുടെയൊക്കെ നിസ്കാരം കണ്ട എന്ത് ചോദിക്കുമെന്ന് ആലോചിക്കുക.